ഹലോ, ഇന്ന് സയൻസ് കോർണർ ഒരു പുതിയ വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ വ്യത്യസ്തത എന്താണെന്ന് നമുക്ക് കാണാം. അതിന് മുന്നേ നിങ്ങളൊരു ദൈവവിശ്വാസിയാണോ? ഇനി ആണെങ്കിലും അല്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം എന്താണെന്നല്ലേ, ഇതിൽ ഒരാൾ ദൈവവിശ്വാസിയും ഒരാൾ അവിശ്വാസിയുമാണ്. ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ എൻ്റെ അച്ഛനും ഒരാൾ എൻ്റെ ചേട്ടനുമാണ്. പിന്നെ അല്ലെങ്കിൽ വേണ്ട, ബാക്കി അവർ പറയും. നമസ്കാരം. നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വിശ്വാസവും അവിശ്വാസവുമാണ്. ഈ വിശ്വാസത്തിൽ എത്രത്തോളം ശാസ്ത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ ചിലപ്പം നമ്മുടെ ഈ വിഷയത്തിൽ വരും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇതിൽ സംശയം ഉണ്ടെങ്കിൽ അവിശ്വാസി ഞാനാണ്, ദൈവവിശ്വാസി ആരാണെന്നുള്ളത് നമുക്ക് പറയാതെ അറിയാം. അപ്പം ഇന്നത്തെ ചോദ്യം, ആദ്യത്തെ ചോദ്യമാണ്, ഈ ദൈവവിശ്വാസം, അതായത് ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ്, ശാസ്ത്ര ബിരുദധാരിയാണ്, ബിരുദാനന്തര ബിരുദധാരിയാണ്. അതിനുശേഷം ഇപ്പോഴും ശാസ്ത്രം നിരന്തരമായിട്ട് പഠിക്കുന്നു, അതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നൊന്ന് മാറി നിൽക്കും ഈ ദൈവവിശ്വാസം. നമ്മൾ തമ്മിൽ പലതവണ അടിയായിട്ടുള്ളൊരു സംഭവമാണ്. കുറേ തർക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പോഴും വേണമെങ്കിൽ ഒരു തർക്കത്തിന് ബാല്യമുണ്ടെന്ന് പറയുന്നത്. തർക്കത്തിന്റെ അടിയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സംസാരിക്കാം. അല്ല, പക്ഷെ നമ്മൾ ഈ കാര്യം വരുമ്പോൾ നമ്മൾ പൊതുവെ ഇടയ്ക്കൊക്കെ എങ്കിലും ചർച്ച വരാറുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു മധ്യസ്ഥതയ്ക്ക് അമ്മ വരാറുണ്ട്. അപ്പം ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ദൈവം അല്ലെങ്കിൽ ഈ വിശ്വാസം, ഈ ദൈവവിശ്വാസം എന്നൊക്കെ പറഞ്ഞത് അത് ഏത് മതമാണെങ്കിലും അത് എപ്പോഴും ഒരു മിത്താണ്, അല്ലെങ്കിൽ നമ്മളത് വിശ്വസിക്കുന്ന അതിനൊരു തെളിവില്ല, ഇപ്പോഴും അതൊരു കാര്യമായ തെളിവില്ല എന്നോ ഉണ്ടാക്കപ്പെട്ട ഒരു സംഗതിയെ നമ്മൾ ഇപ്പോഴും വിശ്വാസം കൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതേസമയം ശാസ്ത്രം എന്ന് പറയുന്നത് അതിനെ എല്ലാ കാലവും അത് തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ശാസ്ത്ര വിദ്യാർത്ഥി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബിരുദാനന്തര ബിരുദധാരി, അങ്ങനെ ഒരാൾ ഈ വിശ്വാസം കൊണ്ട് നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇനി നമ്മുടെ ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഈ 100% തെളിവുകളുടെയും ഈ രീതിയിലുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം അധിഷ്ഠിതമല്ല. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഫോളോ ചെയ്യുന്ന 100 കണക്കിന് കാര്യങ്ങളുണ്ട്, ഇല്ലേ? എത്രയോ കാര്യങ്ങൾ. ഇപ്പം കൾച്ചർ, ഈ പറഞ്ഞാൽ സംസ്കാരം, പെരുമാറ്റം, മനുഷ്യരുമായിട്ടുള്ള സമൂഹവുമായിട്ടുള്ള ഇടപെടലുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് മനുഷ്യനെ ഒരു സാംസ്കാരിക ജീവിയൊക്കെ നിലനിർത്തുന്നത്, അല്ലേ? അതെ. ഇതിൻ്റെ അകത്തൊന്നും സയൻസ് ഇല്ല. ഇതിൻ്റെ അകത്ത് ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം മനുഷ്യരുടെ അടിസ്ഥാനപരമായ ഒരാവശ്യമാണ്, നമ്മൾ പറഞ്ഞില്ല, വസ്ത്രം. മനുഷ്യർ വസ്ത്രം ധരിച്ച് നടക്കുന്നു, നഗ്നത മറയ്ക്കുന്നു. ഇതിലെന്തെങ്കിലും സയൻസ് ഉണ്ടോ? ഇതിൽ സയൻസ് ഇല്ല. സയൻസ് ഇല്ല. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളിലായിട്ടുള്ള നമ്മുടെ ആ ഒരു കൾച്ചറൽ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നത്. എന്നാൽ ഈ കൾച്ചർ എന്ന് പറയുന്നു, സംസ്കാരം എന്ന് പറയുന്നു, ഇതിൻ്റെ അകത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സയൻറ്റിഫിക് ടെമ്പർ അഥവാ അങ്ങനത്തെ ഒന്നും നമുക്കതിൻ്റെ അകത്ത് കാണാൻ കഴിയില്ല. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്തുന്ന 99.99% കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ തെളിവില്ലാത്തതോ എവിഡൻസ് ബേസ്ഡ് അല്ലാത്തതോ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? പിന്നെ ദൈവം എന്ന് പറയുന്ന സംഭവം, ഈ ദൈവം എന്ന് പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കാര്യമാണ് എനിക്ക് പറയാൻ പറ്റൂ. അതായത് ഈ ദൈവം എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു ലോകത്തിരുന്ന് ഇങ്ങനെ ഒരു ചൂരലൊക്കെ എടുത്ത് ഈ ലോകത്തിനെ മുഴുവനും അനുസരിപ്പിക്കുന്ന ഒരു ഹെഡ് മാസ്റ്റർ അല്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ ഇപ്പം എന്നും സയൻസ് ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നും സയൻസ് എന്ന് പറയുന്നത് ഒരു ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, അല്ലേ? ഇതിനപ്പുറം എന്ത്? പണ്ട് മനുഷ്യർ ജീവിച്ചു തുടങ്ങിയ കാലം, മനുഷ്യൻ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ ഹോമോസാപ്പിയൻസ് ഇങ്ങനെ വളർന്നു വരുന്ന കാലം, ഇങ്ങനെ ചുറ്റും ഒബ്സർവേഷനിൽ കൂടെയാണ് സയൻസ് വളരുന്നത്, അറിവ് വളരുന്നത്. നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു കിഴക്ക്, രാത്രി ചന്ദ്രൻ ഉദിക്കുന്നു, ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുന്നു. ഇതൊന്നും എന്താണെന്നൊരു പിടിയില്ല. പെട്ടെന്ന് കാട്ടിലിങ്ങനെ അഗ്നി വരുന്നു, കാട്ടുതീ വരുന്നു, എന്താണെന്ന് അറിയില്ല. അങ്ങനെ അറിവില്ലാത്ത കാര്യങ്ങൾ
ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ട്, ഒരു ശക്തിയുണ്ട്, അതിനെ ദൈവമെന്ന്, അതായത് നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യം. ഇപ്പം സൂര്യൻ ഉദിക്കുന്നതോ അസ്തമിക്കുന്നതോ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യം അല്ല. കാട്ടുതീ ഉണ്ടാകുന്നതും കെടുന്നതും നമ്മുടെ നിയന്ത്രണത്തിൽ ഇപ്പോൾ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, ജനറൽ ചെയ്യാൻ പറയും. ഇങ്ങനെ നമ്മുടെ മനുഷ്യരുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളായി അപ്പോൾ അതിൻ്റെ ബാക്കിൽ എന്തോ ഒന്നുണ്ട് എന്ന് അവനങ്ങോട്ട് വിശ്വസിക്കുകയാണ്. ഉണ്ടല്ലോ, അത് ഒരു റീസൺ ഉണ്ടാവുമല്ലോ എന്തിൻ്റെയും പറയും. അത് കഴിഞ്ഞു, അവൻ വളർന്നു, മനുഷ്യർ വളർന്നു, മുമ്പോട്ട് വന്നു, സൂര്യൻ എന്താണെന്ന് മനസ്സിലാക്കി. ഈ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു, അതിൻ്റെ കാരണം മനസ്സിലാക്കി. സൂര്യനല്ല ഭൂമിയാണ് കറങ്ങുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോഴും അതിനപ്പുറം വീണ്ടും ചോദ്യം വരികയാണ്. അവിടെ അതിനപ്പുറം എന്ത്, അതിനപ്പുറം എന്ത്, ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇതിനപ്പുറം എന്ത്, ഇതിൻ്റെ കാരണം എന്ത്, ഇതിൻ്റെ കാരണം എന്ത്, അതിൻ്റെ കാരണം പിടികിട്ടുമ്പോൾ അതിൻ്റെ പുറകെ വേറൊരു സംഭവം ഉണ്ട്. അതിനാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഈ കണ്ട കാലം മുഴുവനും ഇപ്പോൾ മനുഷ്യൻ എത്തി നിൽക്കുന്ന എവിടെയാണ്? ബിഗ് ബാങ്ങിലാണ് എത്തി നിൽക്കുന്നത്. അതായത് 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒന്നായിരുന്ന ഒരു പ്രപഞ്ച വസ്തു ബും പൊട്ടിത്തെറി എന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ, അതെല്ലാവരും അംഗീകരിക്കില്ല, വികസിച്ചു എന്നാണ് പറയുക. ഇനി എന്തായിക്കോട്ടെ, സംഭവിച്ചു. അജ്ഞാതമായൊരു കാരണം, അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല. ഒരു പോയിന്റിൽ നിന്നാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാവുന്നത്, അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എങ്ങനെ ഇത് പൊട്ടിത്തെറിച്ചു ഇതറിയില്ല. തീർച്ചയായും ഇതിനൊരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്തുകയും ചെയ്യും. ആ കണ്ടെത്തുന്നത് വരെ ഇതൊരു ചോദ്യമായിട്ട് നിൽക്കും, അതുവരെ ഇതൊരു അജ്ഞാതമായിട്ട് നിൽക്കും. അപ്പോൾ അത് കണ്ടെത്തിക്കഴിഞ്ഞു, അതിനപ്പുറം വേറൊരു കാരണമുണ്ടാവും. ഇപ്പം ഇപ്പോൾ ഈ നമ്മൾ ഇത്രയും പറഞ്ഞു, അതായത് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ ഉദിക്കുന്നത് ഇങ്ങനെ, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് നമുക്കറിയില്ല. അവിടെ ഒരു എൻറ്റിറ്റി വരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്നതാണ് ദൈവം എന്നുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, ആദ്യം നമ്മൾ വിചാരിച്ചു സൂര്യൻ നമ്മളെ ചുറ്റുന്നു, പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവുന്നു ഭൂമിയാണ് ചുറ്റുന്നതെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഭൂമി പരന്നതാണെന്നുള്ളൊരു സിദ്ധാന്തം വരും. ഇപ്പോഴും ഉണ്ട്. ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി ഇപ്പോഴും ഉണ്ട്. അത് അക്രോസ് ദ ഗ്ലോബ് എന്ന് അവർ പറയുന്നത്. അക്രോസ് ദ ഗ്ലോബ് ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി ഉണ്ട്. അതാണ് അതിലെ വിരോധാഭാസം. അപ്പം ഈ ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി വരുന്നു. അപ്പോൾ അതിനെ തിരസ്കരിച്ചുകൊണ്ട് ഗലീലിയോ പറയുന്നു ഈ ഭൂമി ഉരുണ്ടതാണ്. അന്ന് ഗലീലിയോ നേരിട്ടത് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം. പിന്നീട് അതിനെക്കുറിച്ചൊരു പഠനം വരുന്നു, പിന്നീട് അത് തെളിയുന്നു ഭൂമി ഉരുണ്ടതാണെന്നുള്ളത്. അപ്പോഴും അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് അവിടെ ഒരു അജ്ഞാത ശക്തി അല്ലെങ്കിൽ ദൈവം. അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്, നമ്മൾ ഈ ബിഗ് ബാങ്ങോ അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സും കടന്ന് മൾട്ടിവേഴ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബ്ലാക്ക് ഹോള് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താ? ആ എൻറ്റിറ്റിയെ നമ്മൾ ആ ചോദ്യമല്ല, അപ്പം നമ്മൾ അവിടെ ഒരു ഉത്തരം കൊടുക്കുന്നു, ദൈവം. ഈ ഒരു പ്രോസസ്സിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതായത് എന്തിന് നമ്മൾ അങ്ങനെ ആ ഒരു ചോദ്യത്തിന് നമ്മൾ എന്തിന് അവിടെ ദൈവം എന്നുള്ളൊരു പേര് കൊടുക്കുന്നു? ഇപ്പൊ ഒരു കാര്യം, ഇപ്പൊ നിന്റെ പ്രശ്നം ദൈവം എന്നുള്ള പേരാണോ? അല്ല, പേരല്ല പ്രശ്നം. അല്ല, ഒരു റീസൺ ഉണ്ടല്ലോ, കാരണമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാം, സൂര്യൻ ഉദിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു, അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. പിന്നീട് ഈ ബിഗ് ബാങ് ഉണ്ടായി, അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ശരി, നിങ്ങളുടെയൊക്കെ വാദത്തിന് വേണ്ടി ഞാൻ ദൈവത്തിനെ ഉപേക്ഷിക്കുന്നു. എനിവേ ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ്. അക്കാര്യം ഉറപ്പാണല്ലോ. ആ കാരണത്തിനെ എന്തെങ്കിലും ഒരു പേര് വിളിച്ചോണ്ടോ, അതിനെന്താ നിങ്ങൾക്ക് നഷ്ടം? എന്തെങ്കിലും പേര് വിളിക്കാം, ഞാനതല്ല പറയുന്നത്. ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. കറന്റ്ലി, അറ്റ്ലീസ്റ്റ് കറന്റ്ലി നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ അറിവിനും അപ്പുറത്താണത്. തീർച്ചയായും നമ്മുടെ അറിവ് അതിൻ്റെ കാരണത്തിലേക്ക് എത്തും. അങ്ങനെ എത്തിയാണ് ലോകം ഇവിടം വരെ എത്തിയത്. എന്താണെങ്കിലും ആ ഒരു കാരണം, അതിൻ്റെ പിന്നിലൊരു കാരണം, അതിൻ്റെ പിന്നിലൊരു കാരണം, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാരണത്തിനെ, ആ റീസണെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഇത്രയും കാര്യം. ആ കാരണം എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെയൊക്കെ എക്സിസ്റ്റൻസിന് കാരണം, ആ ഒരു റീസൺ, ആ കാരണത്തിനെയാണ് ഞാൻ ദൈവം എന്ന് കരുതുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് എന്താ? അതിൻ്റെ അകത്തൊരു ലോജിക്ക് ഉണ്ടോ ഇല്ലയോ? അതിൻ്റെ അകത്ത് ലോജിക്ക് ഉണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല. ഈ എൻറ്റിറ്റി ദൈവം എന്നുള്ള ആ വാക്കോ അല്ലെങ്കിൽ ആ ഒരു പരാമർശമോ പോട്ടെ, അതല്ല ഞാൻ പറയുന്നത്. ഒരു എൻഡ് കഴിയുന്ന അല്ലെങ്കിൽ ഒരു എൻഡ് എത്തുന്ന സമയത്ത്
എന്തിന് അവിടെ അങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു? അവിടെ ചോദ്യമായി തന്നെ അത് നിലനിർത്തിക്കൂടെ? അതെ, ആ ചോദ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരിടത്തും ഫുൾ സ്റ്റോപ്പ്, മനുഷ്യൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ ബിഗ് ബാങ്കിൽ വരെ എത്തില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഇവിടെ ജീവിച്ചാൽ മതി. ഇപ്പം ഇവിടെ ഭൂമിയിൽ ആയിരക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട്. അതൊന്നും ഈ ചോദ്യം ചോദിക്കുന്നില്ല. അത് രാവിലെ എങ്ങനെങ്കിലും ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, ദിവസേനയുള്ള കാര്യങ്ങൾ നടക്കണം, അങ്ങനെ പോകണം. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്? മനുഷ്യന് ബോധമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വിവേകം ഉള്ളത് കൊണ്ടൊന്നും അല്ല പറയാം. സത്യത്തിൽ ഈ ഭൂമിയിലെ ഏറ്റവും ഫിസിക്കലി ഏറ്റവും ഹെൽപ്ലെസ് ആയിട്ടുള്ള നിസ്സഹായനായ ഒരു എൻറ്റിറ്റിയാണ് മനുഷ്യൻ. അതെ അല്ലേ? ഇപ്പം മനുഷ്യൻ, ഞാൻ പലയിടത്തും പറഞ്ഞല്ലോ, മനുഷ്യന് കുരങ്ങിനെ പോലെ ചാടാനോ കുതിരയെ പോലെ ഓടാനോ പുലിയെപ്പോലെ വേട്ടയാടാനോ ആനയെപ്പോലെ കരുത്തോ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ മനുഷ്യൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇതൊന്നുമില്ലെങ്കിലും മനുഷ്യന് ജീവിക്കണം. ആ ജീവിക്കാനുള്ള ആ ഒരു ത്വര, അതിന് ആ ടെൻഷൻ, അതിനു വേണ്ടിയിട്ടാണ് അവൻ അഗ്നിയുടെ ഉപയോഗം കണ്ടെത്തിയത്. അവൻ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യത്തെ കല്ല് ആയുധമാണ്, ആദ്യത്തെ യന്ത്രം അമ്പും വില്ലുമാണ്. കാര്യം വേട്ടയാടണമെങ്കിൽ അവൻ അതേ പറ്റൂ, അല്ലാതെ ഒരു മൃഗത്തിനെ ഓടിച്ചിട്ട് പിടിക്കാൻ അവന് പറ്റില്ല. ഒരു ഉയരത്തിൽ നിൽക്കുന്ന ഒരു പഴം പറിക്കണമെന്നുണ്ടെങ്കിൽ അവനൊരു തോട്ട് കെട്ടിയാലേ പറ്റുള്ളൂ. അവിടെ കയറി ചെന്ന് പറിക്കാൻ അവന് കഴിയില്ല. മനുഷ്യന്റെ ഈ നിസ്സഹായതയിൽ നിന്നാണ് നിരീക്ഷണങ്ങൾ ഉണ്ടായത്, ചോദ്യങ്ങൾ ഉണ്ടായത്, അന്വേഷണങ്ങൾ ഉണ്ടായത്, അറിവുണ്ടായത്, പുരോഗതി ഉണ്ടായത്. മനസ്സിലായില്ലേ? അതിങ്ങനെ നേടുകണം. അവിടെയാണ്, അവിടെ നിന്നാണ് ഇവൻ്റെ സ്വാഭാവികമായിട്ട് ഈ പ്രക്രിയകൾക്കൊപ്പം അവൻ്റെ ചിന്താശേഷിയും വർദ്ധിച്ചാണ് മനുഷ്യനോടം വരെ എത്തിയത്. അങ്ങനെ വന്ന കൂട്ടത്തിൽ അതിനൊപ്പം ഈ ചോദ്യങ്ങളും അവൻ്റെ ഇതിനപ്പുറമെന്ത് പറഞ്ഞല്ലോ, നിസ്സഹായത. മനുഷ്യൻ്റെ അടിസ്ഥാനമാണ് ആ നിസ്സഹായത. അപ്പം നിസ്സഹായനായ മനുഷ്യൻ കൂടുതൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കാരണത്തിനെ അന്വേഷിക്കും. അതിന് വേണമെന്നുണ്ടെങ്കിൽ ആ കാരണത്തിലേക്ക് എത്താൻ ശ്രമിക്കും. ആ കാരണത്തിനെ പലരും പല രീതിയിൽ വിളിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഞാനടക്കം, ഞാനും നീയും അടക്കമുള്ളവർ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അല്ല നമുക്ക് പറയാൻ പറ്റുമോ? ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം ഇങ്ങനെ ആയതിൻ്റെ പിന്നിലെ കാരണം എന്തോ, അതായത് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ, നീ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ, നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എന്തോ, ആ കാരണത്തിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. അതിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നു. ആ റെസ്പെക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പലരും പല രീതിയിൽ ചെയ്യും. പലരും പല രീതിയിൽ ചെയ്യും. അത്രമാത്രമേ ഈ ദൈവവിശ്വാസത്തിന്റെ ലോജിക്കുള്ളൂ. ഞാൻ അപ്പം അതാണ് ദൈവവിശ്വാസത്തിന്റെ ലോജിക്ക് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ലോജിക്ക് ഒന്ന് പറയാം. അതായത് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നമ്മളിപ്പം അത്രയും നമ്മൾ കടന്നുപോയി. അപ്പം ഈ ചോദ്യം എന്നുള്ള അവിടെ നിൽക്കുന്നതിന് പകരം നമ്മൾ അവിടെ ആ ഒരു ലോജിക്ക് അവിടെ കൊടുക്കുന്നു നമ്മൾ. കാരണം അങ്ങനെ ഒരു അജ്ഞാതമായ എന്തോ ഒന്ന്, ദൈവമല്ല, അതൊരു വാക്ക്, നമ്മൾ മനുഷ്യരിട്ട വാക്കാണ്, ഒരു പേരിട്ടു. അത് ഇഷ്ടംപോലെ പേരുകളുണ്ട്. 30 കോടി ദൈവങ്ങൾ എന്ന് പറയുന്നത് പലതും മനുഷ്യന്റെ ഭാവനയ്ക്കനുസരിച്ച് പലതും ചെയ്യും. അതെ. അപ്പോൾ അതാണ് ദൈവവിശ്വാസത്തിന്റെ ലോജിക്ക് എന്നുള്ളത്. ഇപ്പോൾ എന്നെ അപേക്ഷിച്ച് ഞാനതെപ്പോഴും ഒരു ചോദ്യമായി നിലനിർത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ലോജിക്ക്. അതായത് ഞാൻ പിന്നെയും അതിനെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ ഇതിലെ വിശ്വാസത്തിന്റെ വേറൊരു വശം ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മൾ ദിവസവും കാണുന്ന വിശ്വാസത്തിന്റെ ഒരു വശമാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് ഇമോഷണലി അല്ലെങ്കിൽ നമ്മൾ വൈകാരികമായി വല്ലാതെ നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത്, പല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത്, നമ്മൾ എന്ത് ചെയ്യണം, ഇനി മുമ്പോട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒരു നമുക്ക് വിശ്വാസമുള്ള ഒരു ആരാധനാലയത്തിൽ പോകും. അവിടെ പോയി നമ്മൾ നമ്മുടേതായ അല്ലെങ്കിൽ മന്ത്രോച്ചാരണോ അല്ലെങ്കിൽ അതിൻ്റേതായ നമ്മൾ അവിടെ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടുന്നൊരു ഉള്ളിൽ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ. ഇതാണ് വിശ്വാസം എന്നുള്ളതൊരു അടിസ്ഥാനപരമായിട്ട് പൊതുവേ പറയുന്നുണ്ട്. നമ്മൾ ഇത്രയും ചർച്ചയ്ക്ക് പോകണ്ട. ഇപ്പോൾ ഒരു ബിരുദധാരി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫിസിക്സിനെ കുറിച്ച് കുറച്ചും കൂടെ പഠിക്കുന്നുണ്ടായിരിക്കും അച്ഛന് ഇത്രയും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പം ഇത്ര പോലും അറിയാത്ത ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദൈവം, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുണ്ടല്ലോ, അയാൾ പറയുന്നത് ഈ ഭൂമിക്ക് പുറത്തേക്ക് ഇതെല്ലാം നിലനിൽക്കുന്നുണ്ടല്ലോ, അത് ദൈവമാണെന്നല്ലേ അയാൾ പറയുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരുടെ ചിന്താശേഷിയും ഓരോരുത്തരുടെ ലെവലും അനുസരിച്ചാണ് ഇതെല്ലാം പറയുന്നത്. ഇപ്പം ഞാൻ പറയാം, ഈ
അങ്ങേറ്റത്തെ ശാസ്ത്രവിശ്വാസികൾ. ശാസ്ത്രമാണ് എല്ലാം. സയൻസ് ഈസ് അൾട്ടിമേറ്റ്. ഡു യു തിങ്ക് സയൻസ് ഈസ് അൾട്ടിമേറ്റ്? അല്ല അല്ല അല്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം സയൻസ് ആണ് അൾട്ടിമേറ്റ്. A+B² = 2AB+B². ഇതാണല്ലോ. അതെ. സയൻസ് ആ കാലമൊക്കെ കടന്നിട്ട് കൊല്ലം 100 കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഒന്നും അൾട്ടിമേറ്റ്. അതായത് ഈ 20ാം നൂറ്റാണ്ടിലെ സയൻസിലെ ഫിസിക്സിലെ ഏറ്റവും വലിയ ഒരു കണ്ടെത്തൽ, ഒരു തിയറി ഏതാണെന്നറിയോ? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. വെർണർ ഹൈസൻബർഗിന്റെ ക്വാണ്ടം ഫിസിക്സിലെ ഏറ്റവും വലിയൊരു കണ്ടെത്തലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാണ്ടം പാർട്ടിക്കിളിൻ്റെ ക്വാണ്ടം ലെവലിൽ ഒരു പാർട്ടിക്കിളിൻ്റെ ഇലക്ട്രോണോ ക്വാർക്കോ എന്തു ആയിക്കോട്ടെ, അതിൻ്റെ സൈമൾട്ടേനിയസ്ലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ഇറ്റ്സ് മൊമെൻറ്റം ആൻഡ് പൊസിഷൻ. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എനർജി തന്നെ. എനർജിയും പൊസിഷനും ഒരേ സമയം കണ്ടെത്താൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ ഒരു കാർ ഓടുന്നു, അത് ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ അത് എവിടെ എത്തി, അതിന്റെ പൊസിഷൻ നമുക്കറിയാം. അറിയാമല്ലോ. അതൊരു 60 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നതെങ്കിൽ അതിന്റെ എനർജി എത്രയാണ് നമുക്കറിയാമല്ലോ. അറിയാം. അറ്റ് എ ടൈം നമുക്കറിയാം. എന്നാൽ ക്വാണ്ടം ലെവലിൽ അത് നടക്കില്ല. ഒരു സാധനം നടക്കില്ല എന്ന് പറയുന്നത് സയന്റിഫിക് പ്രിൻസിപ്പിളാണോ? നമ്മൾ ഈ പറയുന്ന ശാസ്ത്ര മൗലികവാദികൾ, ഞാൻ ഇതായിട്ട് പറയുന്നത്, അവരെ സംബന്ധിച്ചോളം അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു സാധനം എല്ലാം എന്ന് പറയുന്നിടത്താണ് ഒരു കാര്യം നടക്കില്ല എന്ന് പറയുന്നത്. അതൊരു വലിയ ശാസ്ത്ര തത്വമായി നിൽക്കുന്നത്. അതാണ് ഇന്നത്തെ സയൻസ്, അതാണ് ക്വാണ്ടം ഫിസിക്സ്. ആ ലെവലിലേക്ക്, അതായത് ഒരു 100 അതിനെ വിശ്വാസം കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റുമെന്നാണ്. വിശ്വാസം കൊണ്ട് ഖണ്ഡിക്കാമെന്നല്ലേ, പോസിബിലിറ്റീസ് ആണ്. ഞാൻ സയൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. അതായത് നമ്മൾ എത്രത്തോളം സയൻസിന്റെ ലിമിറ്റേഷനാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഈ ലിമിറ്റിനപ്പുറം, അതായത് എന്തുകൊണ്ടാണ് നമുക്കിത് ഇതാക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ്? നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ സെൻസിനും നമ്മുടെ ആ ഇപ്പോഴത്തെ അച്ചീവ്മെൻറ്റിനും നടക്കാത്തത് കൊണ്ടാണത്. എന്നാൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമ്മുടെ കോമൺ സെൻസിന് വഴങ്ങുന്നതാണോ? അല്ല. അല്ല അല്ല വഴങ്ങുന്നതല്ല. അല്ല അല്ല നമ്മുടെ കോമൺ സെൻസിനും നമ്മുടെ ഈ പറഞ്ഞ സാമാന്യ ബുദ്ധിക്കും വഴങ്ങാത്തതാണ് 99% കാര്യങ്ങളും ഇതിലുള്ളത്. ഒരേ സമയമാണ് ഇത് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ എന്താണ് പുറകിൽ? എന്താണ് ഇതിൻ്റെ പുറകിൽ? റീസൺസ് ഉണ്ട്. കാരണമില്ലാത്തതൊന്നുമില്ല ഇവിടെ. ആ കാരണം എന്തുമായിക്കൊള്ളട്ടെ, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാരണം, ആ കാരണം എന്തുമായിക്കൊള്ളട്ടെ, ആ കാരണത്തിനെ ഇത്തിരി റെസ്പെക്റ്റോടുകൂടി കാണുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിനെ ദൈവമെന്ന് വിളിക്കുന്നവർ ദൈവമെന്ന് വിളിക്കുന്നു. എന്നാലും അത് ഇപ്പം നമുക്ക് ഈ മനുഷ്യരെ ബഹുമാനിക്കുന്നതിൻ്റെ ബഹുമാനം, റെസ്പെക്റ്റ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും സയൻസ് വല്ലതും ഉണ്ടോ? അതിന് സയൻസ് ഇല്ല. സയൻസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഐൻസ്റ്റീനെ ബഹുമാനത്തോടു കൂടി കാണും, ന്യൂട്ടനെ ബഹുമാനത്തോട്. അതിൻ്റെ അകത്ത് സയൻസ് ഒന്നുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത്? നമുക്ക് സാധിക്കാത്ത കാര്യം സാധിച്ച ആ മഹാമനീഷികൾ. എനിക്ക് കഴിയുന്നില്ല, നമുക്ക് കഴിയുന്നില്ല, പക്ഷെ അത് കഴിയുന്നവരാണ്. അങ്ങനെ അതുപോലെ നമുക്ക് മനസ്സിലാവാത്ത, ഇപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത എന്തോ ഒരു റീസൺ എപ്പോഴെങ്കിലും മനസ്സിലാവുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞും അതിന് ആ റീസൺ അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തൊരു റീസൺ ഉണ്ടാവും. ഇല്ലേ? മൾട്ടിവേഴ്സിൻ്റെ കാലമാണിത്. മൾട്ടിവേഴ്സ് ഉണ്ടെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെയുള്ള ആ അജ്ഞാതമായ കാരണം എന്തോ, ആ കാരണത്തിനെ ഒന്ന് ബഹുമാനിക്കുന്നു. ആ ബഹുമാനിക്കുമ്പം ഓരോരുത്തരിൽ ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ചിലർക്ക് ബഹുമാനവും കണ്ടമാനം കൂടി പോകുമ്പോൾ അവർ അതിനെ അങ്ങ് വളരെ കൂടുതലായിട്ട് അങ്ങ് ബഹുമാനിക്കും. പക്ഷെ ദൈവവിശ്വാസം എന്ന് പറയും, അത്രയേ ഉള്ളൂ. ചില സമയങ്ങളിൽ അത്തരത്തിലുള്ള വിശ്വാസം, ഇപ്പം ആ പറഞ്ഞ ആ റെസ്പെക്റ്റ്, അച്ഛനെ റെസ്പെക്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു ആ ഒരു അജ്ഞാത ശക്തിയെ റെസ്പെക്ട് ചെയ്യുന്നു. ചിലർ അങ്ങ് അതിര് കടന്ന് റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഈ അതിര് കടന്ന റെസ്പെക്റ്റ് നമ്മൾ ഈ പറഞ്ഞ അച്ഛൻ ഇപ്പൊ ഈ പറഞ്ഞ കാരണം കൊണ്ടായിരിക്കത്തില്ല. അല്ല അല്ല ഇതിന് അവർക്ക്, ഈ ദൈവവിശ്വാസികൾക്ക് അതികഠിനമായ ഒരു കാരണം കാണും. എന്ന് വെച്ചാൽ ഇതല്ല അവർ പറയുന്നത്, ഇതേ അല്ല, അവർ മറ്റൊരു രീതിയിലാണ് പറയുന്നത്. അത് മോനെ നമുക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഡിപ്പെൻസ് ഓഫ് പീപ്പിൾ. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഫോളോ ചെയ്യുന്ന, ഞാൻ വിശ്വസിക്കുന്ന കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെ അല്ലേ? ഓരോരുത്തരുടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓഫ് പീപ്പിളാണ്. ഇപ്പോൾ നമ്മൾ പറയാം, നമ്മൾ സയൻസിൻ്റെ ഭാഷയിൽ തന്നെ സംസാരിക്കാം. ഒരു ഹോമി ഭാഭയുടെ കയ്യിൽ ഉള്ള ന്യൂക്ലിയർ ടെക്നോളജി, ആ ടെക്നോളജിയാണ് നമുക്കിവിടെ ആണവ നിലയങ്ങളായും വൈദ്യുതിയായിട്ടും വന്നത്. അതെ.
പാകിസ്ഥാനിലെ അബ്ദുൽ ഖാദർ ഖാൻ്റെ കയ്യിലുള്ള ന്യൂക്ലിയർ ടെക്നോളജി അതാണ് പാകിസ്ഥാൻ്റെ ബോംബായിട്ട് വന്നത്. അല്ലേ? ഒരേ സാധനമാണ്, ഒരേ സാധനമാണ്. അതായത് ഡിപ്പെൻസ് ഓഫ് പീപ്പിൾ. അതുപോലെ ഒരു കാര്യം പറയട്ടെ, ഒരു ഡേറ്റ ഞാൻ പറയാം, ഞെട്ടിപ്പോകുന്ന ഈ ലോകത്തിൽ ഇന്ന് ഏറ്റവും ശക്തിയുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എനർജി സോഴ്സാണ് ന്യൂക്ലിയർ പവർ. അല്ലേ? ലോകത്തിൽ ഇന്നോ പവർ ജനറേഷൻ, ഇലക്ട്രിസിറ്റി ജനറേഷനിൽ ന്യൂക്ലിയർ പവറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയുണ്ടെന്ന് അറിയാമോ? ഇല്ല. ഇറ്റ് ഈസ് ലെസ് ദാൻ 10% മൊത്തം ഹോൾ വേൾഡ്. ന്യൂക്ലിയർ പവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ്റെ 10% താഴെയാണ്. അത് ഇപ്പൊ ഒരു കാര്യമുണ്ട്, അതിപ്പം പ്രത്യക്ഷമായിട്ടായിരിക്കത്തില്ല, ചിലപ്പം പല രാജ്യങ്ങളും അല്ലാതെ ചെയ്യുന്നു. അല്ലല്ല, അതിന് കൃത്യമായ ഡേറ്റ ഉണ്ട്. ഓരോ രാജ്യത്തും എത്ര ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ട്. അതായത് ലോകത്തുള്ള ന്യൂക്ലിയർ പവറിൻ്റെ അവൈലബിൾ ന്യൂക്ലിയർ പവർ സോഴ്സിൻ്റെ 90% യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ പൊട്ടൻഷ്യൽ എടുത്തു വെച്ചിരിക്കുന്നത് മിലിറ്ററി പർപ്പസിനാണ്. അതായത് എങ്ങനെ മനുഷ്യനെ കൊല്ലാം എന്നാണ്, എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള കാര്യത്തിലാണ്. ഇതെന്താ? ഇത് ആ ന്യൂക്ലിയർ നോളജിൻ്റെ പ്രശ്നമാണോ? അല്ല, ഇത് യൂസ് ചെയ്യേണ്ട അതാണ്. അതുപോലെ തന്നെയാണ് ഈ ദൈവവിശ്വാസവും എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ മറ്റു ചിലർക്ക് ഈ വിശ്വാസം മതമൗലികവാദമായിട്ട് മാറും, മനുഷ്യരെ കൊല്ലാനും തിന്നാനും അത് വലിയ ഒരു വെറുപ്പിൻ്റെ അവസ്ഥയിലേക്ക് മാറും. ഇതെല്ലാം ചെയ്യും. ഇത് മനുഷ്യ സ്വഭാവമാണ്. അല്ല, അതിൻ്റെ പേരിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഒരു പരാമർശം, അതിന് മുമ്പും അങ്ങനത്തെ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ താജ്മഹൽ, തേജോമഹാലയം എന്നൊക്കെയുള്ള ഒരു പരാമർശം. കഴിഞ്ഞ ദിവസം വന്നൊരു പരാമർശം, ഈ രാമൻ അസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന അസ്ത്രാലയം, അതാണിപ്പോൾ ഓസ്ട്രേലിയ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ആൾക്കാർ ഈ ലോകത്തുണ്ട്. കാരണം അങ്ങനെ ഒരു പേര് അവരുടെ ഇപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ എന്നുള്ളത് പോലും നമുക്ക് പറയാൻ പറ്റില്ല. നീ പറഞ്ഞ പോലെ ഈ ലോകത്ത് എന്താണ് ഏറ്റവും വലിയൊരു ഭാഗം വിശ്വസിക്കുന്നതാണ് ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി എന്ന് പറയുന്ന സാധനം. 50 ലക്ഷമാണ് അമേരിക്കയിൽ അത് വിശ്വസിക്കുന്നവരുടെ എണ്ണം. അവരുടെ ഇപ്പോഴും നോക്കിയാൽ വേണമെങ്കിൽ കാണാം ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി അറൗണ്ട് ദ ഗ്ലോബ് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ചങ്ങാതി ഇടയ്ക്കിടയ്ക്ക് ഇതും കൊണ്ട് വരാറുണ്ട്. ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി പപ്പടം പോലെ ഇരിക്കുന്ന ഭൂമിയെ പറ്റി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ളവരെ? ഇത് മനുഷ്യന്റെ ബ്രെയിൻ എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്ന പല രീതിയിൽ ചിന്തിക്കാനാണ്. ഇപ്പം എനിക്കിപ്പം എൻ്റെ വിശ്വാസത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്നതിൻ്റെ ക്ലാരിറ്റി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവരുണ്ട് ഈ ലോകത്ത്. ഇപ്പം ഈ പറഞ്ഞ പോലെ മിലിറ്ററി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നത് ഡിഫൻസിലാണ്, അല്ല മെഡിക്കൽ സയൻസിലല്ല. മനുഷ്യനെ എങ്ങനെ കൊല്ലാമെന്നാണ് ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തുന്നത്. അതല്ലേ? അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആ പാരഡോക്സ് ആലോചിച്ച് നോക്ക്. ഏറ്റവും കൂടുതൽ ഈ സയൻറ്റിഫിക് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് ഈ മിലിറ്ററി ഗവേഷണത്തിൽ നിന്നാണ്. എല്ലാ ടെക്നോളജിയും ആദ്യം പരീക്ഷിക്കപ്പെടുന്നത് യുദ്ധഭൂമിയിലാണ്. അവിടെ നിന്നാണത് സാധാരണ ഇതിലേക്ക് വരുന്നത്. ഒന്നുകൂടെ നമ്മൾ നീട്ടി പറഞ്ഞാൽ, ഇത്തിരി കടത്തി പറഞ്ഞാൽ, മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാന കാരണം, 20-ാം നൂറ്റാണ്ടിലുണ്ടായ ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാന കാരണം ഈ ശത്രുതയും ഈ സയൻസിനെ ഈ മിലിറ്ററി പർപ്പസിന് യൂസ് ചെയ്തതുകൊണ്ടുമാണ്. 2 വേൾഡ് വാർ, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിനാശകരമായ 2 ലോകമഹായുദ്ധങ്ങൾ നടന്നത് ഈ 20-ാം നൂറ്റാണ്ടിലാണ്. ആ സെക്കൻഡ് വേൾഡ് വാർ കാരണമാണ് ഏവിയേഷൻ ഇത്രയും വളർന്നത്. ഓർക്കണം, 1905 റൈറ്റ് സഹോദരന്മാർ കിളിക്കൂട് പോലുള്ള ആദ്യത്തെ വിമാനം പറത്തി. അത് കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞപ്പം മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി. അതിൻ്റെ കാരണം ഈ 2 ലോകമഹായുദ്ധങ്ങളാണ്. അതിനുവേണ്ടി ഇതൊരു വല്ലാത്ത പാരഡോക്സാണ്. ഇതൊക്കെ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കോംപ്ലക്സ് മെഷീനാണ് ഈ സാധനം. അപ്പം മനുഷ്യൻ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ ആശ്വസിക്കാൻ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായി അവൻ്റെ ആ ഒരു കൾച്ചറൽ ലൈഫിൻ്റെയും കൾച്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെയും ഭാഗമായി വളർന്നു വന്നതെന്നാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവവിശ്വാസം അതിൻ്റെ വഴിക്ക് പോട്ടെ, വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. ഇത്
അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം. അല്ല, അത് ഞാൻ അപ്പോൾ നേരത്തെ നമ്മൾ ആ ചോദ്യം പറഞ്ഞു വന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് അങ്ങ് പോയി. കാരണം ഞാൻ എൻ്റെ ഒരു സ്റ്റാൻഡ് പറയാനായിരുന്നു ആ സമയം വന്നത്. അതായത് ഇപ്പോൾ ഈ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഈ ഒരാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആരാധനാലയത്തിൽ പോകുന്നു. ഇപ്പോൾ അച്ഛനാണെങ്കിലും പെട്ടെന്ന് വല്ലാതെ ഒരു ടെൻഷൻ ഉള്ളിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നമ്മളത് പുറത്ത് പറയില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ആത്മസംഘർഷം നേരിടുന്നുണ്ടാവും. പക്ഷെ അപ്പോൾ അച്ഛനിപ്പോൾ ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ആശ്വാസം കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ പ്രാപ്തനാണ്, എനിക്കൊരു തീരുമാനം എടുക്കാം എന്നുള്ളൊരു വരുന്നു. അവിടുന്ന് അകത്തുനിന്ന് ആരും പറഞ്ഞു തരുന്നില്ല, ഒന്നുമല്ല, നമുക്ക് സ്വയം തോന്നുന്നു. അതെ, ആ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു, ഞാൻ എപ്പോഴും മാനിക്കുന്നു. കാരണം പക്ഷേ ഇപ്പോൾ എൻ്റെ കേസ് ഞാൻ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ എനിക്ക് ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എനിക്ക് പോകേണ്ടി വരുന്നില്ല. അത് ചിലപ്പോൾ എൻ്റെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടിയതാണോ കുറഞ്ഞതാണോ അതെനിക്കറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനൊരു ആവശ്യം വരുന്നില്ല, സപ്പോർട്ട് വരുന്നില്ല. എന്ന് വെച്ചാൽ ഒരാൾക്ക് നടക്കാൻ പറ്റാതെ ചിലപ്പോൾ നമ്മളൊരു കൈ കൊണ്ടൊരു വടി വേണ്ടി വരും. ഈ വടി ഉണ്ടെങ്കിൽ കുറച്ചൊന്നും സുഖമായി, ഓക്കെ, നീ ഒന്ന് മെല്ലെ മാറ്റി വെക്കാം, ഇങ്ങോട്ട് കിടക്കാം. പക്ഷെ ചില സമയങ്ങളിൽ എനിക്കത് വരുന്നില്ല. അല്ല, അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നീ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇവിടെ പറഞ്ഞു മോനെ നന്നായിട്ട് എഴുതണേ, ഓൾ ദ ബെസ്റ്റ്, ഇതൊക്കെ പറഞ്ഞല്ലേ ഇവിടുന്ന്. അതെ, എടാ ഞാൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നീ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ പോയി പരീക്ഷ എഴുതാൻ പറ്റുമോ? പറ്റില്ല. എന്റെ ഓൾ ദ ബെസ്റ്റിൽ അല്ലല്ലോ നിന്റെ പെർഫോമൻസ് ഇരിക്കുന്നത്. ആണോ? അല്ല, നിന്റെ മാത്രം എഫേർട്ടിലാണ് ആത്മവിശ്വാസം. പക്ഷേ ആ തരുന്ന ഓൾ ദ ബെസ്റ്റ് നിന്റെ മനസ്സിലുണ്ടാക്കുന്ന ഒരു തണുപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു ഇതുണ്ട്. ഇതിന് സയൻസ് ഒന്നുമില്ല, ഇല്ല, അതിൻ്റെ അകത്തൊരു സയൻസ് നമുക്ക് പറയാനില്ല, മനസ്സിലല്ലേ? അതൊരു സൈക്കോളജിയാണത്, സൈക്കോളജി സയൻസാണ്, ഒരു സൈക്കോളജിക്കൽ ടൂളാണത് എന്ന് പറയുന്നത് പോലെ നമ്മൾ മനുഷ്യരാണ്. പല മാനസികാവസ്ഥകളുണ്ടാകും. ഈ പറഞ്ഞ പോലെ ഇപ്പോഴും അജ്ഞാതമായ ഒരു സാധനമാണ് മനുഷ്യ മനസ്സെന്ന് പറയുന്ന സാധനം. അത് എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് പ്രപഞ്ചത്തിന്റെ 2% കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നമ്മൾ പറയുന്നു. 2% ഒരു റൗണ്ട് ഫിഗർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പോകും വേണമെങ്കിൽ നമുക്ക് അത് പൊതുവെ പറഞ്ഞു വരുന്നൊരു അത് ഹോക്സ് ആയിരിക്കും ചിലപ്പോൾ. 2% അപ്പോഴും ഇരിക്കട്ടെ, ഞാൻ അതല്ല പറഞ്ഞത്. കാരണം ഇപ്പൊ 2% പറയുമ്പോഴും വെറുതെ ഒരു കണക്കാണ്. മനുഷ്യ മനസ്സിന്റെ അത്ര പോലും പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ ഭൂമിയിലെ നമ്മുടെ സമുദ്രത്തിന്റെ അടിയിൽ എന്തൊക്കെ കിടക്കുന്നുള്ളതിന്റെ 10% പോലും ഇപ്പോഴും അറിയില്ല. അതിനെക്കാട്ടി കൂടുതൽ ചന്ദ്രനിൽ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ 400 മീറ്റർ താഴെ പോകാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ലിമിറ്റ് മനുഷ്യൻ്റെ കഴിവിനും ഇൻ്റലിജൻസിനും അവൻ്റെ ചിന്തകൾക്കും പുറത്താണ് ഈ പ്രപഞ്ചത്തിലെ 99% യാഥാർത്ഥ്യങ്ങളും. ആ സമയത്ത് എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിച്ച് മനുഷ്യൻ പോവടോ, ഇത് എന്തോന്നിത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിനെ പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രപഞ്ചത്തിന് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 15 കോടി കിലോമീറ്ററാണ്. 50 കൊല്ലം മുമ്പ് ഇവിടുന്ന് വിട്ട ആ സാധനം ഉണ്ടല്ലോ, പൈനിയറിലെ വോയേജർ 50 വർഷം കഴിഞ്ഞ് ഇവൻ ഇപ്പൊ എത്തിയിരിക്കുന്ന ദൂരം ഒരു പ്രകാശ ദിവസമാണ്. പ്രകാശം ഒരു ദിവസം സഞ്ചരിക്കുന്ന ദൂരം 4 പ്രകാശ വർഷം അകലെയാണ് പ്രോക്സിമ സെന്റോറി കിടക്കുന്നത്. പ്രകാശ വേഗതയിൽ പോയാൽ 4 കൊല്ലം കൊണ്ട് മനസ്സിലായില്ലേ? പ്രകാശ വേഗതയിൽ പോയാൽ 4 കൊണ്ട്. നമ്മൾ ഇവിടുന്ന ഗാലക്സി ഉണ്ടല്ലോ, മിൽക്കി വേ ഗാലക്സി, 1,00,000 പ്രകാശ വർഷമാണ് അതിന്റെ വീതി. 1,00,000 ഒരിടത്തുനിന്ന് മറ്റിടത്തെത്താൻ പ്രകാശവേഗത്തിൽ പോയാൽ 1,00,000 വർഷം കൊണ്ടാണ്. അങ്ങനത്തെ ബില്യൺ കണക്കിന് ഗാലക്സികളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. മനസ്സിലായില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോ തല പെരുത്തു പോകുന്നില്ലെങ്കിൽ നീ ഒരു മനുഷ്യനല്ല. തല പെരുത്തു പോകും. എന്തോന്നിത്? ഇത് ഇങ്ങനെ വരുമ്പോഴാണ്, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ഈശ്വര ഇതെന്തോ ഇത് ഇങ്ങനെ ചിന്തിക്കില്ലേ മനുഷ്യൻ? അതേപോലെ ഉള്ളിലേക്ക് പോകും തോറും, ഇത് പ്രപഞ്ചത്തിലേക്ക് പോകുമ്പോൾ ആറ്റം, മോളിക്യൂള്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ക്വാർക്ക്, സ്ട്രിങ്, ഇങ്ങനെ പോവാണോട്ട്. ഇതിൻ്റെയൊക്കെ ഈ വലിയ അതിഭീകരമായ സ്പെക്ട്രത്തിൽ ഒരു നൂല് പോലെയുള്ള ഭാഗത്താണ് മനുഷ്യൻ നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മനുഷ്യന്റെ ഇന്റലിജൻസ്. ആ സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പം, ഈ ഒരു അവസ്ഥ നിൽക്കുമ്പം ഏതൊരു മനുഷ്യനും അറിയാതെ ചിന്തിച്ച് അത്ഭുത പരതന്ത്രനായി നിൽക്കുമ്പം
വരുന്ന ഒരു വികാരമാണ് ദൈവം എന്ന് പറയുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു ഹെഡ് മാഷ് അവിടെ ഇരുന്ന് വേറൊരു ലോകത്തിരുന്ന് മര്യാദയ്ക്ക് ഇരുന്നില്ല എല്ലാത്തിനും ഞാൻ ശരിപ്പെടുത്തി കളയുമെന്ന് പറയുന്ന ഹെഡ് മാഷ് അല്ല. നമ്മുടെ ഇതിന്റെ എല്ലാം ഭാഗമാണ് നമ്മൾ. അതായത് നമ്മളും ഈശ്വരൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ഭാഗമാണ്. അപ്പം ഞാൻ അപ്പം ഇൻ കേസ് ഞാനിപ്പോൾ അങ്ങനെ ഇത് മനസ്സിലാക്കുന്നു, ഇത്ര വലിയൊരു അത്ഭുതമാണെന്നുള്ളത് എനിക്കും അറിയാം. നമ്മളിപ്പം ഇത് പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെയായാലും ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് പഠിക്കും തോറും നമ്മളിങ്ങനെ അന്തം വിട്ട് കണ്ണ് തള്ളിയാ വരിക. അതെ. അപ്പം ഞാൻ അവിടെ ഒരു എൻറ്റിറ്റി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒന്നും പുറക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു അങ്ങനൊരു ഒരു സാന്നിധ്യം എനിക്ക് തോന്നുന്നില്ല. അപ്പം അതേപോലെ ഇപ്പം നമ്മൾ നേരത്തെ ആ പറഞ്ഞ കാര്യം തന്നെ, ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, അച്ഛനൊരു ആത്മവിശ്വാസം കിട്ടുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ആരാണെങ്കിലും ഒരു അയ്യോ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇതിലെ വേറൊരു വശം എന്താണെന്നറിയോ, നമ്മൾ കുറേ പേര് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, പക്ഷെ അതൊരു തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നു. ഇത് കഴിഞ്ഞു ചെന്ന് പ്രാർത്ഥിച്ചു, ആ ഭാരം അവിടെ ഇറക്കി വെക്കുന്ന ഒരു സുഖമുണ്ട്. കുറേ പേര് ആ ഭാരം അവിടെ ഇറക്കി വെക്കുന്നു. അത് എന്താന്ന് വെച്ചാൽ ഈ ഭാരം നമുക്ക് താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ ശരിക്കും. ഇപ്പം നമ്മളിപ്പം പറയും ദൈവത്തിനെ ഒക്കെ മാറ്റി നിർത്താം, ഒക്കെ പോട്ടെ, നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, എനിക്ക് ഭയങ്കര ഒരു ടെൻഷനുണ്ട്, അത് ഞാൻ നിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പം എനിക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ആരെങ്കിലും നിഷേധിക്കുമോ ഈ ലോകത്ത്? ഇല്ല. നമുക്ക് പ്രിയപ്പെട്ട നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഈ കാര്യം പറയുകയും അത് ഇറക്കി വെക്കുകയും ചെയ്യാം, സാരമില്ല പോട്ടെ ഒക്കെ വിട്, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് ഒരു സുഹൃത്ത് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ. ഇതൊക്കെ തന്നെ ഈ അജ്ഞാത ശക്തിയുടെ അടുത്ത് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആരോടും പറയാൻ പറ്റില്ല. മനുഷ്യരോട് ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു, എനിക്ക് ഒരു കുഞ്ഞിനോട് പറയാൻ പറ്റില്ല, ഒരു മനുഷ്യരോട് എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ അവൻ സ്വയം പശ്ചാത്തപിക്കുകയും അല്ലെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൻ്റെ മുമ്പിൽ സങ്കല്പിക്കുക കേട്ടോ എന്ന് പറഞ്ഞില്ലേ, അവനത് ചെയ്യുമ്പം അവൻ എന്തെങ്കിലും ഒരു മാറ്റം അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ, നല്ല കാര്യമാണ്, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു നഷ്ടമില്ലല്ലോ, ഒരു നഷ്ടമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ആ ഒരു ഭാരം ഉണ്ടല്ലോ, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, എനിക്ക് ഒറ്റയ്ക്ക് അതിനെ ക്രാക്ക് ചെയ്യാൻ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അതിനെ താങ്ങേണ്ട കാര്യമുണ്ടോ? നമ്മളത് ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഭാഗമാണിത്. ഇതൊക്കെ ആ ഹാൻഡ്ലിങ്ങിന്റെ ഭാഗമാണ്. ഹാൻഡ്ലിങ്ങിന്റെ ഭാഗമാണ് നമ്മൾ സൈക്കോളജിയുടെ ഭാഗമാണ്. അവിടെ ഇടപാട് ഞാനും ഈ പറയുന്ന പോലെ എങ്ങും ഇല്ലാത്തൊരു സാധനം തമ്മിലാണ്. ആയിക്കോട്ടെ, ഞാനത് ഹാൻഡിൽ ചെയ്യുന്നു, ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു വാഹനം റിപ്പയർ ചെയ്യുന്നു, അതിന്റെ നട്ടഴിക്കണം, എനിക്കത് തന്നെത്താനെ അഴിക്കാൻ വളരെ കഷ്ടപ്പെട്ടാൽ ചിലപ്പം എനിക്ക് അഴിക്കാൻ പറ്റുമായിരിക്കും, പറ്റില്ലെങ്കിൽ ഞാൻ സ്പാനർ എടുക്കും. അങ്ങനെയൊക്കെ കണ്ടാൽ മതി. ഇതിന് അത്ര തന്നെ ഞാനും കാണുന്നു, അത്രയും തന്നെ കണ്ടാൽ മതി. അതായത് ഇപ്പൊ ഇത് അങ്ങ് ഇതങ്ങ് ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ അവനൊരു മഹാപോക്കാണ്, ശരിയല്ല. അവൻ അശാസ്ത്രീയനാണ്, അവൻ എന്താ ഈ പറഞ്ഞ പോലെ പ്രാകൃതനാണ്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ഉള്ളതാണ്. കണ്ടില്ല, നാണമില്ലാത്തവന്മാർ റോക്കറ്റ് വിടുന്നതിന്റെ മൂട്ടിക്കൊണ്ടുപോയി ഗണപതി ഹോമം നടത്തുന്നു, അമ്പലത്തിൽ പോകുന്നു. ഇവനൊക്കെ എന്ത് ശാസ്ത്രം പഠിച്ചത്? അത് ഒരുപാട് പേര് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ, അച്ഛന്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആൾക്കാർ പറയുന്നത്, എൻ്റെ ഒരു സുഹൃത്ത് വലയത്തിലുള്ളവരും അവരൊക്കെ പറയുന്നത്, നിന്റെ അച്ഛൻ ഈ സയൻസിനെ കുറിച്ച് പറയുന്നു, രാഷ്ട്രീയം നോക്കുമ്പോൾ ഇതുമായി വിഭിന്നമാണെന്നാ പറയുന്നത്. അതെങ്ങനെയാന്നുള്ളത് വേറെ ചോദ്യം. ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിക്കും, അതെന്തുകൊണ്ട് അച്ഛന്റെ രാഷ്ട്രീയവും ആ അച്ഛന്റെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് സയൻസ് പറയാൻ പറ്റുന്നില്ല എന്ന ചോദ്യം ഞാൻ അപ്പൊ ചോദിക്കാറുണ്ട്. അതായത് സയൻസ് ആരുടെയും കുത്തകയല്ല. എനിക്ക് ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി ഞാനൊരു രാഷ്ട്രീയ വിശ്വാസം പിന്തുടരുന്നു. അത് ഞാൻ ആരിലും അടിച്ചേൽപ്പിക്കുന്നില്ല. എൻ്റെ സയൻസ് വീഡിയോകളിൽ, ഞാൻ ഇന്ന് സയൻസിൻ്റെ വീഡിയോകളിൽ ഒരു തരത്തിലും ഞാൻ രാഷ്ട്രീയം കൊണ്ടുവരുന്നില്ല. അപ്പോൾ അത് എൻ്റെ 100% ഞാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് പോലെ എൻ്റെ സ്വകാര്യമായ സാധനമാണത്. അതിൽ നിങ്ങൾക്ക് എന്താപ്പാ പ്രശ്നം? ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഇപ്പം ചിലർ ചോദിക്കുന്നു, കുറി ഇട്ടോണ്ട് സയൻസ് പറയുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? ഇതിലിനിയിപ്പം എനിക്ക് തോന്നുന്നു വേറെ വരാൻ പോകുന്ന ചോദ്യം ചിലപ്പോൾ അതായിരിക്കും. കാരണം കുറി ഇട്ടുകൊണ്ട് അച്ഛനും മകനും ഇരുന്ന് സംസാരിക്കുന്നു. അച്ഛൻ വിശ്വാസിയാണ്, മകൻ അവിശ്വാസിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മകനെ തിരുത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ വരാം. നിനക്ക് വിശ്വസിക്കണമെങ്കിൽ അത് നിന്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്നെ അത് ബോധർ ചെയ്യേണ്ട കാര്യമല്ല. ഈ ലോകത്തുള്ള നീ അവിശ്വാസിയല്ലേ, മര്യാദയ്ക്ക് നാളെ വിശ്വസിച്ചാണ്, എല്ലാം നിനക്ക് വീട്ടിൽ ചോറില്ല,
സോറി, അതെ. നിനക്ക് ഇഷ്ടമുള്ളത് നീ വിശ്വസിച്ചോ, നോ പ്രോബ്ലം. വിശ്വസിച്ചാലും ദൈവത്തെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും മര്യാദയ്ക്ക് നേരെ ചൊവ്വേ നല്ല ഒരു സാമൂഹ്യ ജീവിയായി മനുഷ്യ സ്നേഹിയായി ജീവിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനം. അത് കാരണം നമ്മൾ രണ്ട് അങ്ങനെ ഒരു അന്തരമുള്ള രണ്ടുപേരും ഒരു അവസാനം ഒരുമിച്ച് നമ്മൾ ഒരുമിക്കുന്നത് അവിടെയാണ്. അവിടെ ആ ഒരുമിക്കൽ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ഈ കൊലപാതകം, കത്തിക്കുത്ത് ഇതെല്ലാം ചെയ്യുന്നവരിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. ഇതൊക്കെ അവന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഏകദേശം മനസ്സിലായില്ല ഞങ്ങളുടെ വീട്ടിലെ കാര്യം. അപ്പോ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.